ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയവും ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. സോ തുടങ്ങിയാലോ? യെസ്. സോ ഇത്തവണ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. ഇലക്ട്രീഷ്യൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ. നിങ്ങളുടെ PSC തുളസി പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാറ്റഗറി നമ്പർ 197/2024 കേട്ടോ. ഇലക്ട്രീഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡ്. നിങ്ങൾക്കവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഞാൻ ബേസിക്കലി BTech MTech ഗ്രാജുവേറ്റുമാണ്. അപ്പോൾ അവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നാണ് കാണിക്കുക, അല്ലാതെ അപ്ലൈ നൗ എന്നല്ല കേട്ടോ. കാരണം ഇതൊരു NTC പോസ്റ്റാണ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നൊരു പോസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നാണ് ഉണ്ടാവുക. സോ ഞാനത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, 10th ലെവൽ ആയിരിക്കണം ബേസിക് ക്വാളിഫിക്കേഷൻ, SLC ജനറൽ. ദെൻ അതിനുശേഷം NTC ഇലക്ട്രീഷ്യൻ കോഴ്സ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ഞാൻ നിലവിൽ NTC ഇലക്ട്രീഷ്യൻ ചെയ്ത ആളല്ല. അപ്പോൾ അവിടെ ഉണ്ടാവുക നോ മാച്ചിങ് ക്വാളിഫിക്കേഷൻ ഇൻ ദി പ്രൊഫൈൽ എന്നാണ് കാണിക്കുക. അപ്പോൾ അവിടെ ഒരു കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അപ്ലൈ യൂസിങ് ഈക്വലൻ്റ് ഓർ ഹയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയാലോ? യെസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെയുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. ഈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സെക്ഷനിലാണ് പോയി ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. സോ ഗസറ്റ് ഡേറ്റ് 15/7/2024 ഇന്നത്തെ ഡേറ്റാണ്. 14/8/2024 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത മാസം 14 വരെ. ഫോം എന്താ? ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ്. ഇലക്ട്രീഷ്യൻ. സ്കെയിൽ ഓഫ് പേ കാണാൻ വേണ്ടി സാധിക്കും. നമ്പർ ഓഫ് വേക്കൻസി 1 മാത്രമേ നിലവിലുള്ളൂ കേട്ടോ. നിലവിൽ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വേക്കൻസി നോക്കിയിട്ട് കൊടുക്കാതെ ഇരിക്കരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പരീക്ഷയിൽ വിളിച്ച സമയത്ത് ഒരു വേക്കൻസി എന്ന് തന്നെയായിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി ലഭിച്ചതിന് ശേഷം മാത്രമാണ്, അതിനുശേഷം വാലിഡിറ്റി തീരുന്നതിന് മുമ്പേ എന്ത് സംഭവിച്ചു? യെസ്, ആ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആയി. അതായത് 33ഓളം പേർക്കാണ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലെ എല്ലാവർക്കും ജോലി ലഭിച്ചു. ദെൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ കുറച്ചൊക്കെ ആൾക്കാർക്ക് ജോലി ലഭിച്ചു. അത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ നമ്പർ ഓഫ് വേക്കൻസി ഒന്ന് കണ്ടിട്ട് കൊടുക്കാതിരിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് NTC സർട്ടിഫിക്കറ്റ് ഉള്ള ITI ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ കൊടുക്കാതിരിക്കരുത്. നിർബന്ധമായും കൊടുത്തിരിക്കണം. കൂടുതൽ അഡ്വൈസുകൾ പോകാനുള്ള ചാൻസ് ഇപ്രാവശ്യം ഉണ്ട്. ഓക്കെ, യെസ്. സോ NTC ഇലക്ട്രീഷ്യന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഹയർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് തന്നെ PSC ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ദി ഫോളോയിങ് ഈസ് ദി ലിസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ വിച്ച് വർ ആക്സെപ്റ്റഡ് ആസ് ഈക്വലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ ദി പ്രീവിയസ് സെലക്ഷൻ ഓഫ് പോസ്റ്റ്. Candidate possessing these qualification can apply for the posts by clicking apply now. Such candidate need not produce any certificate to prove their equivalent or higher claim. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ പോസ്റ്റിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസിലുള്ള ആൾക്കാരെയാണ് എടുത്തിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ഇതേ ക്വാളിഫിക്കേഷൻ നമ്മൾ ഹയർ ക്വാളിഫിക്കേഷനായിട്ട് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈക്വലൻ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. സപ്പോസ് നിങ്ങൾ ഈ പറയുന്ന BTechകാരോ അല്ലെങ്കിൽ BE-കാരോ പോളിടെക്നിക്കുകാരോ പോളിടെക്നിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാരോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി ലഭിക്കുന്ന സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അതിന് ഈക്വൽ ഓർ ഹയർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് തന്നെ ഇത്തരത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. പക്ഷേ താല്പര്യമില്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങൾക്ക് ഹയർ ജോബുള്ള ആൾക്കാരാണെങ്കിൽ, ഹയർ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് BTechകാർ. കാരണം BTechകാരൊന്നും എവിടെയും ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ കോഴ്സോ അല്ലെങ്കിൽ ലൈൻമാൻ പോലെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കുന്നേ ഇല്ല. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പൊതുവേ ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ തുടങ്ങിയ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാറില്ല. കാരണം എനിക്കത് അറിയില്ല എന്ന് മാത്രമല്ല, സപ്പോസ് എനിക്കഥവാ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിന് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ സമയവും അതേപോലെ എഫേർട്ടും എടുത്ത് ഇതിന് പഠിച്ച് ഈ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ?
അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ, ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല. പക്ഷേ സപ്പോസ് നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷനിലുള്ള ജോലിയിലുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റി ജോലി ലഭിക്കാൻ സാധ്യതയുള്ളത് നിലവിൽ നിങ്ങളുടെ ലിസ്റ്റിലുള്ള ആളാണെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, ഏജ് 18 മുതൽ 36 വരെ. ദെൻ ക്വാളിഫിക്കേഷൻ കൊടുത്തത് SSLC ഓർ ഈക്വലൻറ്റ്, ദെൻ NTC ഇൻ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഈക്വലൻറ്റ്. അതാണ് ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ്റെ അകത്താണ് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇത്തരം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ യൂസിങ് ഈക്വലൻറ്റ് ഓർ ഹയർ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. കഴിഞ്ഞ ഇതേ പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൻ്റെ എക്സാം നടന്നത് 412/2019 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ, ആ സമയത്തുള്ള സ്കെയിൽ ഓഫ് പേ ആണിത്. ഗസറ്റ് ഡേറ്റ് കാണാം, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ദെൻ എക്സാം നടന്നത് 2020 9 മാസം 30 അല്ലേ. ഷോർട്ട് ലിസ്റ്റ് വന്നു 2021, റാങ്ക് ലിസ്റ്റ് വന്നു 2021 9 മാസം. ദെൻ അഡ്വൈസ് ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, കണ്ടോ, ടോട്ടൽ 33 അഡ്വൈസുകൾ പോയി. ദെൻ ഇതാണ് അഡ്വൈസ് പോയതിൻ്റെ സ്റ്റാർട്ടിങ്. റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്ത ഡേറ്റ് 22/9/2021. ദെൻ നിലവിൽ 9 മാസം 22/9/2024 വരെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു, റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആയി, കണ്ടോ, റാങ്ക് ലിസ്റ്റ് തീർന്നു പോയി. അതായത് ഓപ്പൺ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും ജോലി ലഭിച്ചു. അതിനുശേഷം സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്ക് കൂടി ജോലി ലഭിക്കുന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട് കേട്ടോ. സോ മനസ്സിലാക്കുക, ആ സമയത്തും ഒരു വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 33 പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിലൊരു കണക്ക് എന്ന് പറയുന്നത് ഏകദേശം 22 പേരും NJD ആണ് കേട്ടോ. ഈ NJDയുടെ കാരണം എന്ന് പറയുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലി സ്വീകരിക്കാത്തത് ആണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഏകദേശം. സാധാരണയായിട്ട് ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ പോലെയുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം കൂടുതലായിട്ട് NJDs വരും. ആക്ച്വലായിട്ട് വന്ന വേക്കൻസികൾ അല്ലെങ്കിൽ വേക്കൻസി എടുത്തത് ഓപ്പൺ കാറ്റഗറിയിൽ 5, ദെൻ ബാക്ക്വേർഡ് കാറ്റഗറിയിൽ 5 അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ വേക്കൻസി ഒന്നാണെന്ന് കൊണ്ട് മാത്രം നിങ്ങൾ കൊടുക്കാതിരിക്കരുത്, അപ്ലൈ ചെയ്യണം നിർബന്ധമായിട്ട്. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. ബാക്കി വരുന്ന ഏതെങ്കിലും പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്